അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്റാ മിഅറാജിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഭാഗം 3. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൊണ്ട് ബുറാഖ് യാത്ര ആരംഭിച്ചു. അതിവേഗത്തിൽ കാറ്റ് സഞ്ചരിക്കുന്ന കണ്ണെത്താ ദൂരത്ത് തൻ്റെ കാലെടുത്ത് വെച്ചുകൊണ്ടാണ് ബുറാഖ് നബിത്തങ്ങളെയും കൊണ്ട് സഞ്ചരിക്കുന്നത്. യാത്ര നിയന്ത്രിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ബുറാഖിന്റെ കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്നത് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൊണ്ട് യാത്ര ബുറാഖ് മുന്നോട്ട് ഗമിച്ചു. ഒരുപാട് ഈത്തപ്പഴ മരങ്ങളുള്ള സ്ഥലത്തെത്തിയപ്പോൾ നബി തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. 2 റക്അത്ത് ആ സ്ഥലത്ത് വെച്ച് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. നബി തങ്ങൾ നിസ്കരിച്ചതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അതദ്രി ഐന സ്വല്ലൈത, നബി തങ്ങളെ എവിടെ വെച്ചാണ് അങ്ങ് നിസ്കരിച്ചതെന്നറിയുമോ? നബി തങ്ങൾ പറഞ്ഞു, അറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു, സ്വല്ലൈത ബി ത്വയ്ബ, അങ്ങ് നിസ്കരിച്ചിരിക്കുന്നത് മദീനയിൽ വെച്ചാണ്. ഇലൈഹിൽ മുഹാജിർ, അങ്ങ് പലായനം ചെയ്യാനിരിക്കുന്ന മദീനയിൽ വെച്ചാണ് നിസ്കരിച്ചിരിക്കുന്നത്. യാത്ര മുന്നോട്ട് ഗമിച്ചു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിശ്രമിച്ച മരത്തിൻ്റെ ചുവടെ എത്തിയപ്പോൾ, മദീൻ എന്ന സ്ഥലത്തുള്ള മരത്തിൻ്റെ ചുവടെ എത്തിയപ്പോൾ അവിടെ വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ വെച്ച് നിസ്കരിച്ചു. നബി തങ്ങളോട് ചോദിച്ചു, എവിടെ വെച്ചാണ് നിസ്കരിച്ചതെന്ന് അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു, അങ്ങ് നിസ്കരിച്ചിരിക്കുന്നത് സ്വല്ലൈത ബി മദീന ഇൻദ ശജറത്തി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇരുന്നിരുന്ന മദീനിലെ മരത്തിന്റെ താഴെ വെച്ചാണ് അങ്ങ് നിസ്കരിച്ചിരിക്കുന്നത്. ഇതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഇസ്റാ മിഅറാജ് യാത്രയിൽ ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽപ്പെട്ടൊരു പാഠമാണ് മഹാന്മാരുമായി ബന്ധമുള്ള സ്ഥലങ്ങൾക്ക് പവിത്രതയുണ്ടെന്നും അവിടങ്ങളിൽ പോയി സന്ദർശിച്ച് ബറക്കത്തെടുക്കൽ പുണ്യമുള്ള കാര്യമാണെന്നും ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യാത്ര മുന്നോട്ട് പോയി തൂരി സീനാ പർവ്വതത്തിലെത്തിയപ്പോൾ അവിടെയും വെച്ച് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സംസാരിച്ച സ്ഥലമാണ് തൂരി സീനാ പർവ്വതം. യാത്ര മുന്നോട്ട് പോയി ഒരുപാട് സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തു. ഷാമിലുള്ള കൊട്ടാരങ്ങൾ നബി തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ബൈത്തുൽ അഹ്ം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബൈത്തുൽ അഹ്ം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെയും വെച്ച് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. നബി തങ്ങളോട് പറഞ്ഞു കൊടുത്തു, സ്വല്ലൈത ബി ബൈത്തുൽ അഹ്ം ഹൈസു ഉലിദ ഈസ ഇബ്നു മറിയം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രസവിക്കപ്പെട്ട ബൈത്തുൽ അഹ്മിൽ വെച്ചാണ് അങ്ങ് നിസ്കരിച്ചിട്ടുള്ളത്. അങ്ങനെ യാത്ര ബൈത്തുൽ മുഖദ്ദസിലേക്ക് ചെന്ന് അവസാനിച്ചു. അതിൻ്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. സഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്, ഞാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലൂടെ നടന്നു. ഇസ്റാഇന്റെ രാവിൽ ഇന്ദൽ കസീബിൽ അഹ്മർ, ചുവന്ന മണൽക്കുന്നിന്റെ അരികിൽ വെച്ച്, അവിടെ വെച്ച് ഖബറിൽ വെച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കരിക്കുകയായിരുന്നു. ഇതിലൂടെ പഠിപ്പിക്കുന്നത് മഹാന്മാരായ പ്രവാചകന്മാർ വഫാത്തിന്റെ ശേഷവും അവരുടെ ശരീരം മണ്ണായിട്ടില്ല എന്നാണ്. അതല്ലേ സ്വലാത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബികളോട് പറഞ്ഞപ്പോൾ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എനിക്ക് ഒളിവാക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ സഹാബികളിൽ ചിലർ ചോദിച്ചു, അങ്ങേക്ക് എങ്ങനെയാണ് സ്വലാത്തുകൾ വെളിവാക്കപ്പെടുക? അങ്ങ് മണ്ണോട് അലിഞ്ഞു ചേരില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഇന്നല്ലാഹ അസ്സ വജല്ല ഹറമ അലൽ അർളി അൻ തഅകുല ജസാദൽ അംബിയാ, പ്രവാചകന്മാരുടെ ശരീരം മണ്ണ് ഭക്ഷിക്കൽ അല്ലാഹു ഭൂമിക്ക് ഹറാമാക്കിയിട്ടുണ്ട്. അവരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന്. ഒരുപാട് പാഠങ്ങൾ ഇസ്റാ മിഅറാജിലൂടെ പഠിക്കാനുണ്ട്. അല്ലാഹു നമുക്ക് നല്ല നാഫിയായ ഇൽമു നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.